അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ വേണ്ടതും. രാഹുലിന് ജാമ്യം വേണം, അയാൾ പാലക്കാട്ട് വേണം, അയാൾ വലിയ പ്രവർത്തനങ്ങൾ നടത്തണം. ഇത്രയും കാലം അയാളുടെ ഭാഗത്തു നിന്ന് വല്ലതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇനി അയാളുടെ ജീവിതങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ഉറച്ച തീരുമാനത്തിന് പുറത്തായിരിക്കണം ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൊതുജീവിതം എന്നുള്ളതാണ്, അല്ലേ? അല്ലാതെ അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയൊന്നുമല്ല. എല്ലാ രീതിയിലും കഴിവും നട്ടലും ആർജവവും പോരാട്ട വീര്യവും ഒക്കെ എല്ലാം ഒത്തിണങ്ങിയ ഒരു വ്യക്തിയാണ്. അവിടെ ഒരു ബ്ലാക്ക് മാർക്കായിട്ട് ഇത്തരം കാര്യങ്ങൾ അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം അയാൾ തിരുത്തേണ്ടത് തിരുത്തുക തന്നെ ചെയ്യണം. പാലക്കാടിൻ്റെ ജനപ്രതിനിധിയായിട്ട് രാഹുൽ മാങ്കൂട്ടം വേണം. ഈ ജാമ്യം അയാൾക്കുള്ള മറ്റൊരർത്ഥത്തിൽ പറയുന്ന നീതിയാണ്. കാരണം എല്ലാ നിയമങ്ങളെയും ഈ രാജ്യത്തിൻ്റെ എല്ലാ നിയമ സംവിധാനങ്ങളെയും നടപടിക്രമങ്ങളെയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കസ്റ്റഡിയിലെടുത്തതും അയാൾ അറസ്റ്റ് ചെയ്തതും, അല്ലേ? അത് ഒരു അന്യായമായ നടപടിക്രമങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ കേരളത്തിൻ്റെ ഒരാൾക്കും ഒരു തർക്കവുമില്ല. അത് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ കസ്റ്റഡിയിലെടുത്തവർക്ക്, അറസ്റ്റ് ചെയ്തവർക്ക്, അതിനുവേണ്ടി പ്രവർത്തിച്ചവർക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായുള്ളൂ: രാഹുലിനെ അറസ്റ്റ് ചെയ്യുക, രാഹുലിനെ അകത്തിടുക. അത് മുകളിൽ നിന്നുള്ള ഓർഡർ ആയിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഓർഡർ നടപ്പിലാക്കിയത് തന്നെ അന്യായമായിരുന്നു. അത് നീതിയുക്തിയുള്ളതായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവിനെ അങ്ങനെ അങ്ങ് പിടിച്ചു കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു പരാതി വരുമ്പോഴേക്കും ഇതൊക്കെ വ്യക്തമായ അന്വേഷണം നടത്തി ഇതൊക്കെ കോടതിയിലെത്തിയിട്ട് അയാൾ കുറ്റക്കാരനാണെന്ന് പറഞ്ഞാൽ മാത്രം പിടിച്ചു കൊണ്ടുപോയാൽ മതി. കാരണം എന്തോ ഒരു തിരക്ക്, ആർക്കൊക്കെയോ എന്തൊക്കെയോ ഒരു വ്യഗ്രത എവിടെയൊക്കെയോ നമുക്കിതിൽ കാണാൻ കഴിയും, അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു പരാതി പോലും അയാളെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു പ്രൈം ഒബ്ജക്റ്റിൽ നിന്നും ഉണ്ടായതാണ് എന്ന് പോലും നമുക്ക് തോന്നുന്നുണ്ട്, അല്ലേ? അതല്ലെങ്കിൽ 2025 ഡിസംബർ വരെ രാഹുലുമായുള്ള ബന്ധത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന യുവതി 2026 എന്ന് പറഞ്ഞാൽ സരിന് പാലക്കാട് ഏത് രീതിയിൽ കളം മാറിയോ അതുപോലെയാണ് പ്ലേറ്റ് മാറ്റിയത് ആര്? യുവതി, അല്ലേ?